അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മത്തൽ ലിൽ ആലമീൻ. ഏറ്റവും സമാദരണീയരായ സയ്യിദുമാരെ, മഹത്തുക്കളായ പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സൈനുൽ ഉലമയുടെ അനുസ്മരണത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് സമ്മേളിക്കുവാൻ തൗഫീഖ് കിട്ടി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും അതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ സൈനുൽ ഉലമയെ, അവിടുത്തെ പ്രകീർത്തനങ്ങളെ ഇന്ന് നാം ഉദ്ദേശം ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 4 ഭൂഖണ്ഡങ്ങളിലായി അവിടുത്തെ ശിഷ്യഗണങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉഖ്റവിയായ പണ്ഡിതന് മരണശേഷം ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രാധാന്യങ്ങളിൽ ഒന്നായി നമുക്കതിനെ വിലയിരുത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. മഹാനായ സൈനുൽ ഉലമ നമുക്ക് നൽകിയ ജീവിത പാഠങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ചാണ് എനിക്ക് ദീർഘമായി സംസാരിക്കാനുള്ളത്. പക്ഷേ സമയം നമുക്കറിയാം. അതിനുശേഷം ഉസ്താദിൻ്റെ പേരിൽ ഒരു നല്ല ദുആ മജ്ലിസ് കൂടി നാം ആഗ്രഹിക്കുന്നുണ്ട്. അതിനു കൂടി അസൗകര്യമില്ലാത്ത രൂപത്തിൽ ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുമെന്ന് തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ സൈനുൽ ഉലമ ഇത്രയും വലിയ വൈജ്ഞാനിക സാമ്രാജ്യവും അതുപോലെ ജനമനസ്സുകളെയും കീഴടക്കാനുണ്ടായ കാരണം പ്രധാനമായും 5 പോയിന്റുകളിലായി ഞാൻ സംഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ 4 പോയിന്റുകളും, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, അതിൽ 4 പോയിന്റുകളും വ്യക്തി ജീവിതത്തിൽ നമുക്കെല്ലാം തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതും നമ്മുടെ വ്യക്തി ജീവിതത്തെ സൈനുൽ ഉലമയെപ്പോലെ ഉയർത്തുവാൻ സാധിച്ചില്ലെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഒരു അനുചരനും ശിഷ്യനുമായുവാൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു മഹത്വം എന്ന് പറയുന്നത് സൈനുൽ ഉലമ, നമുക്കറിയാം, കേരള മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഖ്ദൂമി പണ്ഡിതന്മാർക്കു ശേഷം കേരളത്തിൽ ഒരു നൂറ്റാണ്ട് കാലം വൈജ്ഞാനിക പ്രഭ പരത്തിയ, ആത്മീയ നേതൃത്വം വരുത്തിയ കാളിയാരകം തറവാട്ടിലെ ചെറുശ്ശേരി കുടുംബത്തിലെ ഒരു അംഗമാണ്. അത് നമുക്ക് ആവുവാൻ സാധിക്കുകയില്ലല്ലോ. ഉസ്താദിൻ്റെ പിതാവ് എന്ന് പറയുന്നത് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറോടൊപ്പം വിദ്യ നുകരുവാൻ സാധിച്ച ഉസ്താദിൻ്റെ ഷരീഖാണ് മുഹമ്മദ് മുസ്ലിയാർ. ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാറാണ് ഉസ്താദിൻ്റെ പിതാവ്. ഉസ്താദിൻ്റെ പ്രപിതാവ് എന്ന് പറയുന്നത് ഉസ്താദിൻ്റെ തന്നെ പേരിലുള്ള ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാറാണ്. പിതാമഹൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ മുഹഖിഖ്, ഒരു മഹാപണ്ഡിതനുമായിരുന്ന കുഞ്ഞറമ്മ മുസ്ലിയാറാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും ആ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും വളരെ കൂടുതൽ ഇൽമുകൾ തഹ്ഖീഖാക്കുകയും ചെയ്ത ഒരു മഹാപാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ജനിക്കുന്നത്. ആ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ വിശുദ്ധി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, തൻ്റെ വൈജ്ഞാനിക അഭിവൃദ്ധിയിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള പിതാവ് മറ്റൊരു പണ്ഡിതനിലേക്ക് മകനെ പറഞ്ഞേക്കുന്നതിന് പകരം ദീർഘമായ 7 വർഷക്കാലവും തൻ്റെ അടുത്ത് നിന്നാണ് ആ മകന് വിജ്ഞാനം നുകർന്നു കൊടുത്തത് എന്ന് ആ പിതാവിന് സ്വന്തം മകനെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്ത ബോധവും അതുപോലെ സ്വന്തം വൈജ്ഞാനികാഭിവൃദ്ധി അള്ളാഹു നൽകിയതിലുള്ള അനുഗ്രഹം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തിന് ഏറ്റവും പോഷകപ്പെടുന്ന ആ കാലഘട്ടത്തിൽ തൻ്റെ പിതാവിൽ നിന്ന് മാത്രമാണ് അദ്ദേഹം വിജ്ഞാനം നുകർന്നിട്ടുള്ളത്. അതിലൊന്നും തന്നെ ആ മഹത്തായ പാരമ്പര്യത്തെ നമുക്ക് സ്മരിക്കാതെ വയ്യ. പിന്നെയാണ് അവസാനത്തെ 2-3 വർഷങ്ങളിലാണ് ഉസ്താദ് മറ്റു ഉസ്താദുമാരെ തേടിപ്പോയത്. ഏതായാലും ആ മഹത്തായ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഉസ്താദിൻ്റെ പുത്രൻ ഇവിടെ ഇരിപ്പുണ്ട്. അത് നമ്മുടെ സദസ്സിൻ്റെ ഒരു സൗഭാഗ്യമാണെന്ന് നാം മനസ്സിലാക്കുന്നു. ഉസ്താദ് ഉദ്ദേശിച്ച ചെറുശ്ശേരി കുടുംബം നൂറ്റാണ്ടായി പരിപാലിച്ചു പോരുന്ന ആ മഹത്തായ വൈജ്ഞാനിക പാരമ്പര്യം തന്നെ കൊണ്ട് നിലനിർത്തുവാൻ കഴിയുമോ എന്ന് ആത്മാർത്ഥമായും ശങ്കിച്ച മൂത്ത മകൻ റഫീഖ്, അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ തന്നെ ഞാൻ പറയുകയാണ്, ഉസ്താദിനോട് ആശങ്ക പ്രകടിപ്പിക്കുകയും ഉസ്താദിനെ പോലെ കേരളത്തിന് മുഴുവൻ നിറഞ്ഞു നിൽക്കൊരു വൈജ്ഞാനിക പ്രഭാവത്തിൻ്റെ ഭാഗമായി മാറുവാൻ എന്നെ കൊണ്ടായില്ലെങ്കിലോ എന്ന് ഞാൻ ന്യായമായി സംശയിക്കുകയാണ്. അതുകൊണ്ട് ഒരു അരമുസ്ലിയാറായിക്കൊണ്ട് ചെറുശ്ശേരിയുടെ മഹാനായ ചെറുശ്ശേരിയുടെ പുത്രനാവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഈ മേഖലയോട് ഇവിടെ പറഞ്ഞു എന്നാണ് ഉസ്താദ് അന്ന് ഞങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞത്. പുത്രനോട് ഞാനത് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വലിയ പോയിന്റ് അത് ഉസ്താദിൻ്റെ അഭിവൃദ്ധിക്ക് വലിയ കാരണമായിട്ടുണ്ട്. ഇനിയുള്ള പോയിന്റുകളെല്ലാം തന്നെ നാം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉസ്താദിലൂടെ പഠിക്കുകയും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്നതാണ് എന്ന് ബോധ്യമുള്ള വിഷയങ്ങളായതുകൊണ്ട് തന്നെ നമുക്കറിയാം, ധാരാളം ആളുകൾ മറ്റു ജോലികളൊക്കെ ഉണ്ടായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ കിട്ടുന്ന ഈ ലീവ് സമയം സൈനുൽ ഉലമയെ അനുസ്മരണത്തിന് വേണ്ടി വരുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിന് മഹാത്മ്യം നൽകുന്ന
സൈനുൽ ഉലമയിൽ സഞ്ചരിച്ച മഹത്തായ വഴികളിലേക്ക് നമുക്കും ചെന്നെത്തുവാനുള്ള, അദ്ദേഹത്തിൻ്റെ നല്ലൊരു മുഹിബ്ബെങ്കിലുമാകുവാനുള്ള ആ വഴികളിലേക്ക് നമുക്ക് ചെന്നെത്തുവാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പറയണമെന്ന് ഞാൻ ന്യായമായും ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ ഏകദേശം ഇന്ത്യയിലെ 500,000 രൂപ വില വരുന്ന ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ ചെലവ് മുഴുവനും ഏറ്റെടുത്തിട്ടുണ്ട്. ആ സഹോദരൻ ഇവിടെ ഇല്ല. അദ്ദേഹത്തോടു കൂടി ചെയ്യുന്ന ഒരു നന്ദിയായിരിക്കുമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർത്തു പോവുകയാണ്. ഉസ്താദിൻ്റെ മഹത്വത്തിൻ്റെയൊക്കെ കാരണമായ ഏറ്റവും പ്രധാനമായ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്താദിൻ്റെ ആത്മീയ ചിട്ടകളാണ്. പണ്ഡിതനാവുക എന്നത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം ധാരാളം വൈജ്ഞാനികമായ സൗധങ്ങൾ ഇന്നുണ്ട്, ഇതിന് മുന്നേയുമുണ്ട്, ധാരാളം ദർസുകളുണ്ട്, ധാരാളം ഉസ്താദുമാർ അക്കാലഘട്ടത്തിൽ ഓതി പഠിച്ചിട്ടുണ്ട്. ചിലരെങ്കിലും തങ്ങളുടെ വീട്ടിലുള്ള ദാരിദ്ര്യത്തെ മറക്കാൻ വേണ്ടിയെങ്കിലും ദർസുകളിൽ ഓതി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഉസ്താദിൻ്റെ ആത്മീയ ചിട്ടയാണ് ഇത്രയും വലിയ ഒരു വൈജ്ഞാനിക സാമ്രാജ്യത്തിൻ്റെ അധിപതിയായി ഉസ്താദിനെ ഉയർത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം നമുക്ക് ഇപ്പോൾ 40 വയസ്സ് അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ളവരാണ് ഇവിടേക്ക് ഇരിക്കുന്നത്. മരണത്തിലേക്ക് ഏകദേശം 20 അല്ലെങ്കിൽ 25 വർഷം പ്രവാചകൻ തന്നെ പറഞ്ഞ ആയുസ് ആമാർ ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണെന്നാണ്. ആ ആയുർദൈർഘ്യത്തോട് അടുത്തവർ അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ട് കൂടി കഴിഞ്ഞാൽ ആ ആയുർദൈർഘ്യത്തിലേക്ക് എത്തുന്നവരാണ് നാമെങ്കിലും മരണം എന്ന മഹത്തായ ആ യാഥാർത്ഥ്യത്തിലേക്ക് വേണ്ടി ഒരുങ്ങുവാൻ നാം തയ്യാറായിട്ടുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ വിരലുകൾ വെച്ച് ചോദിക്കുകയാണ്. കാരണം ഒരു വിരൽ മാത്രം നിങ്ങളിലേക്കും ഒരു വിരൽ പടച്ച തമ്പുരാനിലേക്കും 3 വിരലുകൾ എന്നിലേക്കുമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുകർന്നു നൽകിയ ആ ആത്മീയ ചര്യ അതായിരുന്നു ഉസ്താദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം. 17ാമത്തെ വയസ്സിൽ കാളിയാരകം കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ചെറുശ്ശേരി കുടുംബത്തിലുള്ള ഒരു പണ്ഡിതനെ ഞങ്ങൾക്ക് കാളിയായി കിട്ടണമെന്ന് വിദ്യ നുകർന്നുകൊണ്ടിരിക്കുന്ന ആ ഉസ്താദിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉപ്പയോട് പോയിക്കൊണ്ട് കോടങ്ങാട് മഹല്ലുകാർ ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് ഉപ്പായുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ്. ആ 3 വർഷം 22ാമത്തെ വയസ്സിലാണല്ലോ ഉസ്താദ് അവിടെ ജോലി ചെയ്യുന്നത്. 4-5 വർഷങ്ങൾ ഉസ്താദ് ദർസിൽ നിന്നുകൊണ്ട് തന്നെ കാളിയാരകം കോടങ്ങാട് മഹലിൻ്റെ ആത്മീയമായ കാലിസ്ഥാനം ഏറ്റെടുക്കുകയാണ്. ഇതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് എന്തായിരിക്കണം? 17ാമത്തെ വയസ്സിൽ തന്നെ തൻ്റെ ജീവിതത്തിൽ നടന്ന മറ്റൊരു കാര്യം ഞങ്ങളുടെ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹുവിൻ്റെ മഹാനായ വലിയായിരുന്നു. അദ്ദേഹം ഹദ്ദാദിൻ്റെ ഇജാസത്ത് വാങ്ങുവാൻ വേണ്ടി 17ാമത്തെ വയസ്സിൽ നാം ആലോചിക്കണം, +2 പാസ്സാകുന്ന ഒരു കുട്ടിയുടെ പ്രായത്തിൽ ഹദ്ദാദിൻ്റെ ഇജാസത്ത് വാങ്ങുവാൻ വേണ്ടി മഹാനായ ഖുത്ബിയുടെ അടുത്ത് പോവുകയുണ്ടായി. ആരാണ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ? ഖുത്ബിയും അദ്ദേഹത്തോടൊപ്പം ഒരു ആൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പള്ളിയിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് വഴിയിൽ വെച്ച് ഖുത്ബി കാലൊന്ന് ഇങ്ങനെ തട്ടുകയുണ്ടായി. പള്ളിയിൽ ചെന്ന ശേഷം ഖുത്ബി പറഞ്ഞു, ഞാൻ കാല് തട്ടിയ സ്ഥലത്തൊന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞു. കാണുമ്പോൾ ഒരു വിഷമുള്ള സർപ്പം ചത്തുകിടക്കുന്നതാണ് കാണുന്നത്. മഹാനായ ഖുത്ബി എന്ന മഹാപണ്ഡിതനിൽ നിന്നുള്ള വിഷം സർപ്പത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചേൽക്കുകയായിരുന്നു. അങ്ങനെ സർപ്പത്തെപ്പോലും തൻ്റെ ഉഗ്രവിഷം കൊണ്ട് കൊല്ലുവാൻ സാധിക്കുന്ന മഹാനായ ഖുത്ബിയിൽ നിന്നും 17ാമത്തെ വയസ്സിൽ ഹദ്ദാദിൻ്റെ ഇജാസത്ത് വാങ്ങിയ മഹാനുഭാവൻ ജീവിതത്തിൽ പിന്നെ ഒരിക്കൽ പോലും ഹദ്ദാദ് മറന്നിട്ടുണ്ടാവുകയില്ല, ഉപേക്ഷിച്ചിട്ടുണ്ടാവുകയില്ല എന്നാണ് ഞങ്ങൾ ന്യായമായി മനസ്സിലാക്കുന്നത്. ആത്മീയ ജീവിതമൊക്കെ ഞങ്ങൾ അല്പം കാണുക എന്നല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ആ മഹാപുസ്തകം തുറന്നു വെക്കാറില്ല. പലപ്പോഴും തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആ മഹാത്മ്യം അല്പം തമാശകളും ഫലിതങ്ങളൊക്കെ വെച്ച് മറച്ചു വെക്കാൻ ഉസ്താദ് ബോധപൂർവം ശ്രമിച്ചിരുന്നുവോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ട് ഞാൻ ആശ്ചര്യപ്പെട്ട് ചിന്തിച്ചു പോവുകയാണ്. ഒരു തമാശക്കാരനായ എന്നാൽ കിതാബുകളൊക്കെ വളരെ ഗഹനമായി അവതരിപ്പിക്കുന്ന ഒരു പണ്ഡിതനായി മാത്രം എന്നെ മനസ്സിലാക്കിയാൽ മതി എന്ന് ഉസ്താദ് വിചാരിച്ചിരുന്നു എന്ന് എനിക്കറിയില്ല. ഏതായാലും തുടർന്ന് അങ്ങോട്ട് മഹാനായ കക്കടിപ്പുറം അതുപോലെ മഹാനുമാരായ ധാരാളം മഹത്തുക്കളുമായി ഉസ്താദിന് ബന്ധമുണ്ടായിരുന്നു. ഉസ്താദിൻ്റെ തന്നെ വ്യക്തി ജീവിതത്തിൽ കല്യാണം കഴിച്ച് ഒരു പ്രായമായിട്ടും കുട്ടികളുണ്ടാവാത്തൊരു വിഷയമുണ്ടായി. അപ്പോൾ മഹാന്മാരായ പല പണ്ഡിതന്മാരോടും വ്യക്തിപരമായി അവന് ചെയ്യാവുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും മഹാന്മാരായ പല ആളുകളോടും എനിക്കും ഇങ്ങനെ ഒരു വിഷമമുണ്ടെന്ന് ഉസ്താദ് ചിലരോട് എഴുതിയും ചിലരോട് നേരെ പോയും സമീപിക്കുകയുണ്ടായി. ആ സമയത്ത് മഹാനായ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു ഉസ്താദിനോട്, നിങ്ങൾ ഒരു കല്യാണം കൂടി കഴിച്ചാൽ നിങ്ങൾക്ക് 2 കൂട്ടത്തിലും കുട്ടികൾ ഉണ്ടാകുമെന്ന്. ഉസ്താദിന് 2 ഭാര്യമാരുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടാകും. ഇപ്പോഴും 2 ഭാര്യമാരും ജീവിച്ചിരിപ്പുണ്ട്. കാരണം ഞങ്ങൾ ദാറുദയിൽ ജീവിക്കുന്ന സമയത്ത് ഉസ്താദ്
ദാറുദിൽ തന്നെയാണ് താമസിക്കാറ്. പിന്നെയാണ് ഉസ്താദിന് വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി സ്ഥിരമായി വീട്ടിൽ പോകാൻ തുടങ്ങിയത്. അന്ന് എല്ലാ തിങ്കളാഴ്ചയും രണ്ടാം ഭാര്യയുടെ വീട്ടിലേക്കും അതേമാതിരി വ്യാഴാഴ്ച റഫീഖിൻ്റെ വീട്ടിലേക്കും എന്ന് പറഞ്ഞാൽ റഫീഖിൻ്റെ ഉമ്മയുടെ വീട്ടിലേക്കും കുണ്ടോടിയിലേക്കുമാണ് പോവാറുള്ളത്. ഏതായാലും അതുപോലും ആത്മീയ ഷെയ്ഖുമാരുടെ അനുവാദത്തോടു കൂടെയാണ് ഉസ്താദ് ചെയ്തത് എന്ന് മാത്രമല്ല, അവർ പറഞ്ഞ മാതിരി ലൗ അഖ്സമ ബില്ലാഹിൽ അബറ എന്ന് മുൻ പ്രഭാഷകൻ പറഞ്ഞതുപോലെ രണ്ടു കൂട്ടത്തിലും ഉസ്താദിന് കുട്ടികൾ ഉണ്ടാകുകയുണ്ടായി. ഈ ആത്മീയ ചിട്ടക അതിലേറ്റവും സുപ്രധാനമായി നമുക്ക് കാണുവാൻ കഴിഞ്ഞ ഒരു ആത്മീയ ചിട്ട എന്ന് പറഞ്ഞത് 3:30 മണിക്ക് കൃത്യമായിട്ട് ഉസ്താദ് എണീക്കും. ഏതു പേമാരിയിലാണെങ്കിലും ശരി, എത്ര ദീർഘമായ യാത്ര കഴിഞ്ഞ് വന്നാണെങ്കിലും ശരി, എത്ര വൈകി ഉറങ്ങിയ അവസ്ഥയിലാണെങ്കിലും ശരി, 3:30 മണിക്ക് കൃത്യമായി ഉസ്താദ് എണീക്കുകയും അതുപോലെ ദീർഘമായി ഉസ്താദ് പ്രാർത്ഥനയിലും അതുപോലെ തഹജ്ജുദ് നിസ്കാരത്തിലുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ ഒന്നാമത്തെ ഹദ്ദാദ് എന്നത് കാണാപ്പാടമുള്ള ആളുകൾക്ക് അത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഓതാൻ കഴിയുന്നതാണ്. അല്ലാത്ത ആളുകൾ അതിന് സമയം കണ്ടെത്തി ചെല്ലേണ്ടതാണ്. കാരണം അതിൽ പെടുന്ന പല ദിക്റുകളും മലായിക്കത്ത് ആകാശത്തിൽ നിന്നും ധാരാളം മലായിക്കത്തുകൾ അകമ്പടി സേവിച്ചിറങ്ങിയ ദിക്റുകളാണെന്ന് അതിൻ്റെ മഹത്വത്തിൽ അതിനെ സംബന്ധിച്ച് മാത്രം ഒരു പുസ്തകം ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ അനുജൻ സൈനുദ്ദീൻ ബാക്കവി എഴുതിയിട്ടുണ്ട്. ഹദ്ദാദിൻ്റെ മഹത്വം എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിൽ അദ്ദേഹം അതിൻ്റെ മഹത്വം പറയുന്നുണ്ട്. ധാരാളം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ ഹുവ സമീഉൽ അലീം അടക്കമുള്ള ധാരാളം ദിക്റുകൾ ധാരാളം മലക്കുകളുടെ സഹായത്തോടു കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിലേക്ക് ഇറക്കിക്കൊടുത്ത മഹത്തായ ഔറാദുകളാണ് ഹദ്ദാദിലുള്ളത്. ആ ഹദ്ദാദ് പതിവാക്കുവാൻ കഴിയുന്നവർ പതിവാക്കണമെന്ന് ഞാൻ ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നാം ഈ കൂടിയിരുന്നത് കൊണ്ട് നമുക്ക് ഉപകാരങ്ങൾ ഉണ്ടാവണമല്ലോ. മറ്റൊന്ന്, ഈ രാത്രിയിലുള്ള നമസ്കാരം ഉസ്താദിനെ പോലെ 1.5 മണിക്കൂർ സമയം മുന്നേ എണീറ്റ് ദീർഘമായി ഒന്നും ദുആ ചെയ്യുവാനും അതുപോലെ പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിഞ്ഞില്ല എങ്കിലും ശരി, സുബിയുടെ ഒരു 1/2 മണിക്കൂർ മുന്നെങ്കിലും എണീറ്റ് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ശീലം നമ്മിൽ ഉണ്ടാവണം. കാരണം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ മലായിക്കത്ത് ചോദിക്കുമത്രേ, ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വ തമാൻ. അള്ളാഹുവിൻ്റെ പ്രതീക്ഷയിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അവനെ ഭയന്നുകൊണ്ടും രാത്രിയുടെ യാമങ്ങളെ സജീവമാക്കിയിരുന്ന ഭക്തന്മാരായ ജനങ്ങൾ എവിടെ എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ ചോദിക്കുകയും വിചാരണ കൂടാതെ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് തഹജ്ജുദിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തഹജ്ജുദ് പതിവാക്കുന്ന ആളുകൾക്ക് കുതിബ ലഹു ബറാഅത്തു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള വിമോചനം നിശ്ചയമായും അവൻ എഴുതപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പ്രവാചകൻ എന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ സ്വല്ലു റകഅത്തൈനി ഫീ ളുലമിൽ ലൈലി ളുലമത്തിൽ ഖുബൂർ, നിങ്ങളുടെ ഈ ഘനാന്ധകാരം മൂടി നിൽക്കുന്ന ഒരു ഖബർ നിങ്ങൾക്ക് വരുവാനുണ്ട്. എത്ര വർഷമാണ് അവിടെ ചെലവഴിക്കേണ്ടതെന്ന് നമുക്കറിയയില്ല. ആ കൂരിരുൾ മുറ്റിയ ഖബറിൽ നിങ്ങൾക്ക് പ്രകാശം ലഭിക്കണമെങ്കിൽ രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കുക എന്ന് നമ്മെ പോലെയുള്ള ഏറ്റവും ഈമാൻ കുറഞ്ഞ ആളുകൾക്ക് വേണ്ടി 2 റക്അത്ത് എന്ന ഒരു റിപ്പോർട്ട് ഹദീസ് ഉണ്ട്. അതെങ്കിലും പതിവാക്കുവാൻ ഉസ്താദിനെ സ്നേഹിക്കുന്ന നാം തയ്യാറാവണമെന്ന് ഇത്തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഉസ്താദിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ മറ്റൊരു സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നു സുന്നത്ത് നോമ്പുകൾ. മിക്കവാറും എല്ലാ തിങ്കളാഴ്ചയും അതുപോലെ വ്യാഴാഴ്ചയും ഉസ്താദ് നോമ്പെടുക്കാറുണ്ടായിരുന്നു. കാരണം ഭക്ഷണം ഉസ്താദിന് കൊണ്ടുപോയി കൊടുക്കാൻ ഉസ്താദ് വന്നത് മുതൽ തന്നെ 2 കുട്ടികളാണ് ഏൽപ്പിക്കുക. ആ കുട്ടികൾ മാസത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു മാസമുള്ള 2 കുട്ടികളല്ല പിറ്റേ മാസം ഉണ്ടാവും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഉസ്താദിൻ്റെ റൂമിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കലാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ആ നോമ്പ് നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതായാലും ഈ മാസത്തിലെ 3 ദിവസത്തെ നോമ്പിന് വലിയ പ്രാധാന്യമാണുള്ളത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സോമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹു അനിന്നാരി 70 ഖരീഫ. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ വജിഹിലായിക്കൊണ്ട് ഒരു ദിവസം നോൽമ്പ് നോറ്റ് കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ ശരീരത്തെ നരകത്തിൽ നിന്നും 70 വർഷം ഒരു മനുഷ്യൻ നടന്നാൽ എത്ര ദൂരം അകലുമോ അത്രമാത്രം ദൂരം ഒരു ദിവസം നോൽമ്പ് നോറ്റാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തുമെന്നാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ചുരുങ്ങിയത് മാസത്തിൽ 3 ദിവസമെങ്കിലും നോൽമ്പ് നോൽക്കുവാൻ, എല്ലാ തിങ്കളാഴ്ചയും നോൽമ്പ് നോറ്റാൽ തന്നെ മാസത്തിൽ 4 ദിവസത്തെ നോൽമ്പായി.
തിങ്കൾ വ്യാഴം എന്നതിൽ ഒരു ദിവസമാണ് നമ്മൾ നോൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തിങ്കളാഴ്ചയാവലാണ് ഉത്തമമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. ഇങ്ങനെ നരകത്തിൽ നിന്നും നമ്മുടെ ശരീരത്തെ കാരണങ്ങൾ അകലെയാക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു ആരാധനാ കർമ്മമാണ് നോമ്പ്. അതുകൊണ്ട് തന്നെ ആ നോമ്പ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഉസ്താദിൻ്റെ ജീവിതത്തിൻ്റെ ആ പരിപ്രേക്ഷ്യത്തിലൂടെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സമർപ്പിക്കേണ്ട ആരാധനാ കർമ്മങ്ങളെ ഞാൻ വിശദീകരിക്കുകയാണ്. കേവലമായ ഒരു അനുസ്മരണ ചടങ്ങ് എന്നതിലുപരി നമ്മുടെ ആഖിബത്ത് കൂടി നന്നാകുവാനുള്ള, നമ്മുടെ അവസാന ജീവിതം കൂടി നന്നാകുവാനുള്ള ഒരർത്ഥത്തിലേക്ക് ഈ അനുസ്മരണ സദസ്സിനെ ഉയർത്തിക്കൊണ്ടുപോകുന്നതിൽ ആർക്കെങ്കിലും അലോസരമുണ്ട് എങ്കിൽ ക്ഷമിക്കണമെന്ന് ഇത്തരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹാനായ അബൂ ഹുറൈറ പ്രവാചകനോടൊപ്പം ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ശേഷം സമയം ചെലവഴിച്ച മഹാനുഭാവൻ പറഞ്ഞത്, ഔസാനി ഖലീലി ബി സലാസ്, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് അഥവാ ലോകത്തിൻ്റെ ഗുരുനാഥൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യങ്ങൾ എന്നോട് വസിയത്ത് ചെയ്താണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതിൽ 3 കാര്യങ്ങളിൽ ഒന്ന്, സിയാമി സലാസത്തി അയ്യാം, മാസത്തിൽ 3 ദിവസം എങ്ങനെയെങ്കിലും നീ സുന്നത്ത് നോമ്പ് നോൽക്കണം. അതുപോലെ റക്കായത്ത് ലുഹ നമസ്കാരം, ആ നമസ്കാരത്തെ സംബന്ധിച്ചാണ് ഉദ്ഘാടന പ്രഭാഷണത്തിൽ 20 മിനിറ്റ് നീളുന്ന ഒരു സുജൂദായിരുന്നു ഉസ്താദിൻ്റെതെന്ന് പറഞ്ഞത്. ലുഹ നമസ്കാരം പതിവാക്കണം. അതുപോലെ രാത്രി കിടക്കുന്നതിന് മുന്നേ 3 റക്കായത്ത് വിത്ർ നമസ്കരിക്കണമെന്നുമാണ് മഹാനായ ഖലീൽ അഥവാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഹുറൈറ തങ്ങളോട് വസിയത്ത് ചെയ്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 4-മത് ഉസ്താദിൻ്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാം കാണുന്നത്, അതെല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ്, കൃത്യമായി മഹാന്മാരായ മശായിഖുമാരിൽ നിന്നും തനിക്ക് ഇജാസത്ത് കിട്ടിയ ദിക്റുകൾ അദ്ദേഹം ഉസ്താദ് നോക്കി തന്നെ ഇങ്ങനെ പാരായണം ചെയ്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ധാരാളം ഇജാസത്തുകൾ ധാരാളം ആളുകൾ അടുത്ത് നിന്നും ഉസ്താദിന് കിട്ടിയിരുന്നു. ഒരിക്കൽ സമസ്തയുടെ ഒരു യോഗം കഴിഞ്ഞുകൊണ്ട്, കോഴിക്കോട് നിന്നൊരു യോഗം കഴിഞ്ഞുകൊണ്ട് ഉസ്താദും അതുപോലെ KV ഉസ്താദും മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ വെച്ച് രാമനാട്ടുകര ആജിയാർ നമുക്കൊക്കെ അറിയാം. ആ രാമനാട്ടുകര ആജിയാരോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ ഉണ്ട് അവിടെ, ജിന്ന് സ്ത്രീ, സമസ്ത അംഗീകരിച്ച ജിന്ന് എന്ന് പറയാറുണ്ട്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഏതായാലും ആ ജിന്നിൻ്റെ സമീപത്ത് കയറുകയും KV ഉസ്താദിനോട് ആ ജിന്ന് പറയുകയുണ്ടായി, ധാരാളം ശത്രുക്കളുണ്ട്, അങ്ങയുടെ സുരക്ഷാ വലയങ്ങൾ അങ്ങ് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ ഉസ്താദിനോട് പറഞ്ഞ് ചുറ്റും മഹാവലയങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല എന്ന്. ഞാൻ പറഞ്ഞല്ലോ, 17-ാമത്തെ വയസ്സ് മുതൽ മുറബിയായ ഒരു ഷെയ്ഖിൽ നിന്നും വാങ്ങിയ ഹദ്ദാദിൻ്റെ ഇജാസത്ത് അടക്കമുള്ള ധാരാളം ഇജാസത്തുകൾ നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സിഹർ ചെയ്യാൻ ഏൽക്കുകയില്ല. അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ശത്രുക്കൾ എങ്ങനെയെങ്കിലും അപമാനിക്കുവാൻ വിചാരിച്ചാലും സാധിക്കുകയില്ല. അത്രമാത്രം വലിയ സുരക്ഷാ കവചം അങ്ങേക്ക് രക്ഷക്കായുണ്ട് എന്ന് ആ ജിന്ന് പറയുകയുണ്ടായി എന്ന് വളരെ അനുഗ്രഹപൂർവ്വം ഉസ്താദ് തന്നെ ക്ലാസ്സിൽ ഓർത്തത് ഞങ്ങൾ വളരെ ബഹുമാനത്തോടെ ഇപ്പോൾ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആത്മീയ ജീവിതത്തിൽ ധാരാളം ദിക്റുകൾ ചൊല്ലുവാനും നമ്മെക്കൊണ്ട് സാധിച്ചില്ല എങ്കിലും 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് നരകത്തിൽ നിന്നും നമ്മുടെ ശരീരത്തെ കാവലാക്കുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ മാസത്തിൽ 3 ദിവസമെങ്കിലും നോമ്പ് നോറ്റുകൊണ്ട് പ്രവാചകർ പറഞ്ഞ 70-ലേറെ വർഷം ഒരു നോൽമ്പിന് നമ്മുടെ നരകത്തിൽ നിന്നും നമുക്ക് സഹവാസം ഒഴിവാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇതെങ്കിലും പകർത്തുവാൻ നാം സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഉസ്താദുമായി ശ്രദ്ധേയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് മനസ്സിലായത്, ധീരമായ ചെങ്കൂറ്റമായിരുന്നു ഉസ്താദിന്. ഈ ചെങ്കൂറ്റത്തിന് നിമിത്തമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അടിത്തറ വളരെ സുശക്തമാണ് എന്നൊരു വിശ്വാസം ഉസ്താദിന് ഉണ്ടായതുകൊണ്ടായിരിക്കാം. മഹത്തായ ഈ പാരമ്പര്യവും ചെറുപ്പത്തിലെ അനുവർത്തിച്ചു പോരുന്ന ഈ ആരാധനാ കർമ്മങ്ങളും ഉസ്താദിന് പകർന്നു നൽകിയ വളരെ അനുഗ്രഹീതമായ ഒരു ചെങ്കൂറ്റം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ മുൻ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ നിർണായകമാകാവുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളാകാവുന്ന പല വിഷയങ്ങളിലും വളരെ ധീരമായി ഉസ്താദ് വിഷയങ്ങൾ അവതരിപ്പിക്കുകയും മറ്റൊരാളെ കൂടി ഭയക്കാതിരിക്കുകയും ചെയ്യുന്ന ആ ചെങ്കൂറ്റത്തിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും ചുരുങ്ങിയ ഒരു ഉദാഹരണം ഞാൻ പറയുവാൻ, 22 വർഷങ്ങൾക്ക് മുന്നേ ദാറുഹുദയിലേക്ക് ഉസ്താദിൻ്റെ ആ മഹത്തായ സേവനം പറിച്ചു നടത്തപ്പെടുന്ന സമയത്ത് കേരളത്തിലെ പൗരാണിക പണ്ഡിതന്മാർക്കൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു. മതവും ഭൗതികവും കൂട്ടിച്ചേർത്ത് പഠിപ്പിക്കുന്ന ഒരു പരീക്ഷണശാലയിലേക്ക്, തൊപ്പി മാത്രം ഇടുന്ന ഒരു പണ്ഡിത വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് ഉസ്താദിനെ പോലുള്ള ഒരു മഹാവടാവൃക്ഷത്തെ പറിച്ചു നടേണ്ടതുണ്ടോ എന്ന് ചിലരൊക്കെ ശങ്കിക്കുകയും ചിലരൊക്കെ ഉസ്താദിനോട് ആശങ്ക പങ്കുവെക്കുകയും ചെയ്തപ്പോൾ വളരെ ദൃഢമായി തനിക്കു ശേഷം വരാനിരിക്കുന്ന നൂറ്റാണ്ടിൻ്റെ
ആ മഹത്തായ ആവശ്യം മതവും ഭൗതികവും സമുന്നയിച്ച വിദ്യാർത്ഥി സമൂഹമാണെന്നും അതിന് എന്നെ പോലുള്ള ഒരാളുടെ സേവനം അവിടെ ആവശ്യമാണെന്ന് സ്വയം മനസ്സിലാക്കുകയും ആരുടെ ആശങ്കൾക്കും വക കൊടുക്കാതെ ധീരമായി ഉസ്താദ് താൻ ബഹുമാനിക്കുന്ന ഉമറാക്കളിൽ ഏറ്റവും പ്രധാനിയായ ബാപ്പുട്ടി ഹാജിയുടെ ആ തീരുമാനം അംഗീകരിക്കുകയും അങ്ങനെ ദാർഹുദക്ക് സേവനം ചെയ്യുവാൻ തയ്യാറാവുകയും ഉണ്ടായത്. അത് ചങ്കൂറ്റ് അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പിൽക്കാലത്ത് AP ഗ്രൂപ്പുകളൊക്കെ വളരെ വലിയ വിഷയമാക്കിയ വളപുരം ത്വലാഖ് പ്രശ്നം. ഒരു സഹോദരൻ തൻ്റെ അമ്മായിമ്മയോട് നിന്റെ മോളെ 3 ത്വലാഖും ചൊല്ലി എന്ന് പറയുകയും അതിനോടനുബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടായി. ആ നാട്ടിൽ നമ്മുടെ തന്നെ സമസ്തയുടെ അനുകൂലി തന്നെയായ ഉസ്താദ് ത്വലാഖ് പോയി എന്ന് വിധിക്കുകയും ഇങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ആ സമയത്ത് താൻ ഒരു പ്രശ്നത്തിൻ്റെ മധ്യയാണ്, താൻ പറയുന്ന വിധികൾക്ക് കേരളത്തിൽ കോളിളക്കം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് ഉസ്താദിന് ആശങ്കയുണ്ടായെങ്കിൽ പോലും താൻ പഠിച്ച അറിവ്, താൻ അറിഞ്ഞ വിജ്ഞാനം ഒരിക്കലും മാറ്റിവെക്കുന്നതിന് അത് ഉസ്താദിന് തടസ്സമായില്ല. ഉസ്താദ് പറഞ്ഞു, ഫേലിയായ ജുംല കൊണ്ടാണ് നീ ത്വലാഖ് ചൊല്ലിയിട്ടുള്ളത്, അതിൽ ഫായിൽ നിർബന്ധമാണ്, ഫായിൽ ഇല്ലാത്ത കാരണത്താൽ ത്വലാഖ് പോകില്ല എന്ന് പറയുകയും അത് എത്രയോ കോലാഹലങ്ങൾക്ക് കാരണമാകുകയും അവസാനം സൈനുൽ ഉലമയുടെ ഫത്വ മാത്രം അവിടെ നിലനിൽക്കുകയും ഇന്നും ആ സഹോദരങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നുവെന്നുമാണ് മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. ആ പ്രശ്നമുണ്ടായ സമയത്ത് വളപുരത്ത് പോയി അതേ സംബന്ധിച്ച് പഠിക്കുവാനും അതേ സംബന്ധിച്ച് ലഘുലേഖ ഇറക്കുവാനും ഞങ്ങൾക്ക് അവസരമുണ്ടായത് ഇത്തരണത്തിൽ ഞാൻ ഓർത്തുപോവുകയാണ്. അതുപോലെ തന്നെ വളരെ രസകരമായ ഒരു സംഭവം, നമ്മുടെ മാസപ്പിറവികൾ 2ആയ സമയത്ത് കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാരും അതുപോലെ മഹാന്മാരായ രാഷ്ട്രീയ നേതാക്കളും എല്ലാം ഒരുമിച്ച് ഇത് കേരളത്തിൽ അനൈക്യമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കുകയും മുസ്ലിം സൗഹൃദ വേദി എന്ന പേരിൽ ഒരു വലിയ സംഘടന രൂപീകരിക്കുകയും ചെയ്തു. വലിയ സംഘടന എന്ന് പറഞ്ഞാൽ മെമ്പർമാർ കൂടിയത് കൊണ്ടല്ല, ഉള്ള മെമ്പർമാരുടെ കനം കൊണ്ട് വലിയ സംഘടനയായിരുന്നു അത്. വലിയ വ്യത്യസ്ത സംഘടനകളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധികളുള്ള ആ ഒരു സൗഹൃദ വേദി പിന്നെ മാസങ്ങൾ വ്യത്യസ്തമായി ഉറപ്പിച്ച ആളുകൾക്ക് സംഘടന ഇല്ലാതെ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചാൽ മാസമാകുമല്ലെന്ന് സ്വയം മനസ്സിലായി. പിന്നെ അങ്ങനെ ഒരു 2 മാസപ്പിറവി ഇല്ലാത്ത കാരണത്താൽ പിന്നെ സംഘടന ചിന്തിച്ചു, നമ്മൾ പുതിയ മേഖലയിലേക്ക് പ്രവർത്തനങ്ങൾ പറിച്ചു നടുക. കേരളത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീയ ചൂഷണങ്ങൾ അതുപോലെ ആത്മീയമായ വിപത്ത് എന്തൊക്കെയാണെന്ന് അവർ സ്വയം ചിന്തിക്കുകയും അതിലൊന്ന് സ്ത്രീധനമാണെന്ന് അവിടെ അഭിപ്രായം ഉയർന്നു വരികയും ഉണ്ടായി. ഒരു തമാശ ഉസ്താദിൻ്റെ ജീവിതത്തിൽ നടന്നത് ഉസ്താദിൻ്റെ പറഞ്ഞത് ഞാൻ ഓർത്തുപോവുകയാണ്. അപ്പോൾ സമസ്തയില്ലാത്ത, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിവാഹ ദൂർത്തിനെതിരെ ഇവിടെ ഒരു യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ ഹുസൈൻ മടവൂർ പറഞ്ഞു, സമസ്തയില്ലാത്ത ഒരു സംഘടന പറഞ്ഞാലും ശരി മഹല്ലുകളിൽ നിന്നും വിവാഹ ദൂർത്ത് ഒഴിവാക്കുവാൻ സാധിക്കുകയില്ല. ഞങ്ങൾ 20 കൊല്ലമായി ഇത് പറയുന്നു, ചിലർ പറഞ്ഞു ഞങ്ങൾ 30 കൊല്ലമായി പറയുന്നു. പക്ഷേ നാടിന് മുഴുവനും ആത്മീയ നേതൃത്വം നൽകുന്ന സമസ്ത പറഞ്ഞാലല്ലേ വിഷയങ്ങൾ തീരുമാനമാകുകയുള്ളൂ. ഏതായാലും ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഏൽപ്പിച്ചു സ്ത്രീധനത്തിൻ്റെ ദുരന്തത്തെക്കുറിച്ച് ഉസ്താദിന് ബോധ്യപ്പെടുത്തുവാനും സ്ത്രീധനം ഒരു മഹാവിപത്താണെന്ന് സമസ്തയെ കൊണ്ട് ഫത്വ ഇറക്കാനും വേണ്ടിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ യോഗം ചുമതലപ്പെടുത്തിയത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വിനീതമായി ആ കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ചെറുശ്ശേരി ഉസ്താദിൻ്റെ വീട്ടിൽ വരികയുണ്ടായി. ആമുഖ ഭാഷണങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, സ്ത്രീധനം എന്ന അനാചാരത്തിനെതിരെ, അതാവ് വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്, അനാചാരത്തിനെതിരെ സമസ്ത എന്തെങ്കിലും ഒരു നിലപാടെടുക്കണം. ഉസ്താദ് ചോദിച്ചു, സ്ത്രീധനം എന്ന അനാചാരമോ? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഏകദേശം 10-40 കൊല്ലങ്ങൾക്ക് മുന്നേ വയനാട്ടിലെ കക്കോടൻ മൂസ ഹാജിയുടെ മകളെ കല്യാണം കഴിച്ച് നമ്മൾക്ക് അറിയുന്നൊരു വിവരം. ഏതായാലും ശരി, ആ സമയത്ത് നിങ്ങൾ സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടോ? അന്നൊക്കെ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് ഞാൻ തിരക്കേടില്ലാത്ത, നമുക്കറിയില്ല വയനാടിൻ്റെ പകുതി MP വീരേന്ദ്രകുമാറും പിന്നെ കക്കോടൻ മൂസ ഹാജിയാണല്ലോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തിരക്കേടില്ലാത്തൊരു സ്ത്രീധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആകാമെന്നും അനാചാരം മറ്റുള്ളവർക്ക് ആകാൻ പറ്റില്ല എന്നോ? സമസ്തക്ക് സ്ത്രീധനം അനാചാരമാണെന്ന് പറയാനും അനിസ്ലാമികമാണെന്ന് പറയുവാനുമുള്ള സോഴ്സുകൾ കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് നിരുത്സാഹപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് മഹല്ലുകളിലൊക്കെ അത് ഒരു ഭീതിതമായ രൂപത്തിൽ അത് വളർച്ച പ്രാപിച്ചു എന്ന് കണ്ടപ്പോഴാണ് സൗഹൃദ വേദി അത് ഇടപെടുന്നത്. ഏതായാലും അത് കുറച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്താം. അനാചാരമെന്നും അനിസ്ലാമികമെന്നും ഒക്കെ പറയണമെങ്കിൽ അതിന് ധാരാളം തെളിവുകൾ വേണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, തുങ്കഹുൽ മർഅതു ലി അർബഇൻ ലി മാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. സ്ത്രീയെ കല്യാണം കഴിക്കപ്പെടാവുന്ന 4 കാര്യങ്ങളിൽ ഒന്ന് പ്രവാചകൻ എണ്ണിയത് സമ്പത്താണ്. സമ്പത്തിന് വേണ്ടി കല്യാണങ്ങൾ നടക്കാറുണ്ടെന്ന് പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്ന് കർക്കശമായി നിർദ്ദേശിച്ചിട്ടുമില്ല.
പക്ഷേ ദീനുള്ള സ്ത്രീയെയാണ് നാം ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് എന്ന് ആ ഹദീസ് വ്യക്തമാക്കി തരുന്നു. ഏതായാലും താൻ ഉറച്ചു വിശ്വസിക്കുന്ന ആശയങ്ങൾ ആർക്ക് മുന്നിലും ആർജവത്തോടെ പറയുവാനുള്ളൊരു കഴിവ് മഹാനായ സൈനുൽ ഉലമക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഉസ്താദിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നൊരു വാക്ക്, ചിലരൊക്കെ അത് കളിയാക്കാറുണ്ട്, സമവായം എന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായെ പോലെ നമ്മുടെ സാമുദായിക സംഘടനയുമായി കാലങ്ങളുടെ പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ഒരു മഹത്തായ സംഘടന, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ സംസ്ഥാന സമ്മേളനത്തിൽ പോലും പ്രാർത്ഥിക്കുവാൻ ധൈര്യം കാണിച്ച ഒരു സാമുദായിക സംഘടന, ഞാൻ വാക്ക് വളരെ ഹ്രസ്വമാക്കുകയാണ്. അത്തരം ഒരു സാമുദായിക സംഘടനയിലെ ചില നേതാക്കളെങ്കിലും സമസ്തയെ പോലെ തന്നെ നമുക്കും മറ്റു സംഘടനകളെയുമൊക്കെ ഒരേ രൂപത്തിൽ, ഒരു സമവായ രൂപത്തിൽ കാണാമെന്ന് ഒരു ചിന്ത ഉടലെടുത്തപ്പോൾ ഉസ്താദ് അതിനെ വളരെ പരസ്യമായി സലാമത്ത് നഗർ എന്ന, നമുക്കറിയാം സ്വലാത്ത് നഗറിൻ്റെ തൊട്ടിപ്പുറത്ത് സലാമത്ത് നഗർ യോഗം സംഘടിപ്പിച്ചപ്പോൾ പിന്നെ ചില ആളുകൾ ഒരു വായുമായി വന്നിട്ടുണ്ട്, സമവായ. ഇവിടെ നാം പല വായകളും കേട്ടിട്ടുണ്ട്, നേന്ത്രവായ, മരമുണ്ടി വായ, ഇനി ഒരു വായ സമവായ, അത് ഈ നാട്ടിൽ മുളക്കില്ല എന്ന് ഉസ്താദ് ധീരമായി പ്രഖ്യാപിക്കുകയും പതിറ്റാണ്ടിൻ്റെയും നൂറ്റാണ്ടിൻ്റെയും പാരമ്പര്യമുള്ള ഈ സംഘടനകൾ തമ്മിലുള്ള ബന്ധത്തെ വിച്ഛേദിക്കുവാനോ അതിനേക്കാൾ ഉപരി മറ്റൊരു ബന്ധത്തെ കൂട്ടുപിടിക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഈ ഗൗരവ ശബ്ദം കേൾക്കണമെന്ന രൂപത്തിലായിരുന്നു ഉസ്താദിൻ്റെ അന്നത്തെ പ്രഭാഷണം. ഞാൻ പറഞ്ഞു വരുന്നത് ധീരമായ ചെങ്കൂറ്റം തന്നെ. അതുപോലെ കോയപ്പാപ്പ എന്നൊരു മഹാനുഭാവൻ വേങ്ങര ഭാഗത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് പലർക്കും പല സംശയങ്ങളായിരുന്നു. നിസ്കരിക്കാൻ പോകുന്നത് കാണാറില്ല, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിസ്കരിക്കാൻ പോകുന്നത്, അദ്ദേഹം നിസ്കരിക്കാൻ പോകുന്നത് കാണാറില്ല. അതുപോലെ വളരെ ഈഞ്ഞെളിഞ്ഞൊരു വസ്ത്രം ധരിച്ചായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഏതായാലും ശരി, അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ 1ാമത്തെ ആണ്ടിനു വേണ്ടി മഹാനായ ഷംസുൽ ഉലമയെ ക്ഷണിക്കുകയുണ്ടായി. ഷംസുൽ ഉലമ അതിന് പോയി ആ ആണ്ടിൽ പങ്കെടുക്കുകയുണ്ടായി. അതോടുകൂടെ ധാരാളം ആളുകൾക്ക് അദ്ദേഹം ഒരു പണ്ഡിതനാണെന്ന്, മഹാനായ വലിയാണെന്ന് മനസ്സിലാകുകയുണ്ടായി. പിന്നീട് ചെറുശ്ശേരി ഉസ്താദിനെ അതിൻ്റെ ആണ്ടുകൾക്ക് വേണ്ടി ക്ഷണിക്കപ്പെടുമ്പോൾ ധാരാളം ആളുകൾക്ക് സംശയം നിലനിൽക്കെ തന്നെ അദ്ദേഹം ധീരമായ നിലപാടെടുത്ത് ഷംസുൽ ഉലമ അതിൻ്റെ ആണ്ടിന് പോയിട്ടുണ്ട് എങ്കിൽ ഞാനും ആ ഷംസുൽ ഉലമയുടെ വഴി പിന്തുടരുന്നു, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും ഞാൻ അവഗണിക്കുന്നു, അദ്ദേഹം മഹാനായൊരു വലിയാണെന്നതിന് ഷംസുൽ ഉലമയുടെ ഈ പോക്ക് തന്നെ എനിക്ക് തെളിവ് മതി എന്ന് പറയുകയും അദ്ദേഹം മരണപ്പെടുന്നത് വരെ കോയ ഉപ്പാപ്പയുടെ ആണ്ടു നേർച്ചകൾക്ക് വേണ്ടി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ ധാരാളം കാര്യങ്ങളിൽ വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്. കോടതി വ്യവഹാരങ്ങളൊന്നും ഇവിടെ പരാമർശിക്കപ്പെട്ടില്ല, പലരും കേട്ടതാണ്. ഒരു നാട്ടിൽ ഒരിക്കൽ ഒരു സയ്യിദത്തായ പെൺകുട്ടി, ചെറിയ പെൺകുട്ടിയാണ്, ആ പെൺകുട്ടി തൻ്റെ വള ഊരിക്കൊണ്ട് ജ്യേഷ്ഠത്തിക്ക് കൊടുത്തു. പൊന്നിൻ്റെ വളയാണ്, എനിക്കിനിത് വേണ്ട എന്ന് പറഞ്ഞു. അല്പ ദിവസത്തിന് ശേഷം ആ ചെറിയ പെൺകുട്ടി മരണപ്പെടുകയുണ്ടായി. സയ്യിദത്താണ്. ഇങ്ങനെ മരണപ്പെട്ടു പോയപ്പോൾ ആളുകൾ മനസ്സിലാക്കി, തൻ്റെ മരണം ഇത്ര ചെറുപ്രായത്തിൽ തന്നെ പ്രവചിക്കാനും കാണുവാനും സാധിച്ച ഈ പെൺകുട്ടി സയ്യിദായ കുടുംബത്തിൽപ്പെട്ടതുകൂടിയാണ്, അസാമാന്യമായ എന്തോ വ്യക്തിവിശേഷത്തിൻ്റെ ഉടമയാണെന്ന് സ്വയം മനസ്സിലാക്കുകയും അവർ അതിൻ്റെ ഏഴിമല ഉസ്താദിൻ്റെ ഒക്കെ പറഞ്ഞ മാതിരി കബറൊന്ന് കെട്ടിപ്പൊക്കുകയുണ്ടായി. ചെറിയ കുട്ടിയുടെ കബർ കെട്ടിപ്പൊക്കുകയുണ്ടായി. അത് പ്രശ്നങ്ങളായി, കോടതി കയറേണ്ടി വന്നു. ഷംസുൽ ഉലമക്ക് പകരം ഉസ്താദാണ് പോയത്. പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഏതായാലും കബർ കെട്ടിപ്പൊക്കരുത് എന്ന് ഫത്വൽ മൊയ്നി പറഞ്ഞിട്ടില്ലേ എന്ന് വളരെ വിദ്യാസമ്പന്നനായ ജഡ്ജാണെന്നുണ്ടായിരുന്നത്, മറ്റാരുമല്ല, പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ പെങ്ങളുടെ മകനാണ്. കബർ കെട്ടിപ്പൊക്കരുത് എന്ന് ഫത്വൽ മൊയ്നിൽ പറഞ്ഞിട്ടില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ പറയുന്നതാണ്. വെണ്ടക്കയുടെ മലയാളം അറബി ചോദിച്ചതും പിന്നെ ഉസ്താദ് അതിന് മറുപടി പറഞ്ഞതൊക്കെ അത് ഒഴിവാക്കി ഞാൻ കാതലായ വിഷയത്തിലേക്ക് വരാം. ആ സമയത്ത് ഫത്വൽ മൊയ്നിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഉസ്താദ് അങ്ങോട്ട് ചോദിച്ചു, എന്നാൽ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ആണല്ലോ ഫത്വൽ മൊയ്ൻ വിഭാവനം ചെയ്യുന്ന കർമ്മശാസ്ത്രത്തിൻ്റെ ഏറ്റവും മഹാനായ ഇമാമുന ഷാഫി തങ്ങളുടെ മഖബറ ഈജിപ്തിൽ കെട്ടിപ്പൊക്കിയിട്ടില്ലേ? അതുപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ, വലിയ സൈനുദ്ദീൻ മഖ്ദൂം, അവർ അതിനെതിരായിരുന്നു. ഏതായാലും ശരി, ധാരാളം ആളുകളുടെ, മമ്പുറം തങ്ങളടക്കമുള്ള ധാരാളം ആളുകളുടെ മഖബറ കെട്ടിപ്പൊക്കിയിട്ട് ഇദ്ദേഹം ഉദാഹരണം പറഞ്ഞു. അവസാനം പറഞ്ഞു, അങ്ങയുടെ അമ്മാവനായ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ പുറങ്ങിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടല്ലോ, അവരുടെ മഖബറയും കെട്ടിപ്പൊക്കിയതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ സംഭവിച്ചിട്ട്, എന്നാൽ അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഫത്വ മൊയ്നിൽ പറഞ്ഞത് അപ്രധാനികളുടെ, സാധാരണക്കാരുടെ, സമ്പത്ത് കൊണ്ടോ മറ്റോ മികച്ചു നിൽക്കുന്ന എന്നാൽ ആത്മീയമായി മികച്ചു നിൽക്കാത്ത ആളുകളുടെ, അപ്രധാനികളുടെ ഖബറുകൾ കെട്ടിപ്പോക്കരുത് എന്നാണ് ആ പറഞ്ഞത്. അല്ലാതെ
സമുദായം പിന്നീട് തിരിച്ചറിയേണ്ട, അവർക്ക് പിൽക്കാല ജീവിതത്തിൽ കൂടി ആശാകേന്ദ്രമാവേണ്ട മഹാനുഭാവന്മാരുടെ കബർ കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ചല്ല അപ്പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ജഡ്ജല്ലേ, തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടി അസാമാന്യ കഴിവോളം ഉള്ളതാണോ എന്ന് നമുക്കെങ്ങനെ വിധിക്കാം, അത് നിങ്ങൾ ചെയ്യുന്ന മാതിരി ചെയ്തോളൂ എന്ന് ഉസ്താദ് പറഞ്ഞു. പക്ഷേ അപ്രധാനികളുടെ കബറുകൾ കെട്ടിപ്പൊക്കുന്നതിന് മാത്രമേ ഫത്ഹുൽ മുഈനെതിരുള്ളൂ എന്നും അതുപോലെ പ്രധാനികളുടെ കബറുകൾ കെട്ടിപ്പൊക്കാമെന്നും ഉദാഹരണ സഹിതം ഉസ്താദ് അവിടെ ചങ്കൂരത്തോടെ പറയുകയും ആ മഹത്തായ കോടതിയിൽ ഉസ്താദിൻ്റെ ഘനഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ഇങ്ങനെയൊക്കെ ചങ്കൂറ്റം തൻ്റെ ഫത്വകളിലും അതുപോലെ നിലപാടുകളിലും പ്രമാണങ്ങളിലെല്ലാം എടുക്കാറുണ്ടായിരുന്നുവെങ്കിലും നാലാമത്തെ ഉസ്താദിൻ്റെ വിശേഷണമായി ഞാൻ കാണുന്ന വിനയം, അങ്ങേയറ്റത്തെ വിനയമായിരുന്നു, താഴ്മയായിരുന്നു. ഉസ്താദ് ഇരിക്കുന്ന ഒരു സദസ്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, റസാനത്തുൽ ഇൽമി മൻ കാനത്തു സഖീലുഹു യംശി ബിഹാ ഖാലിയൻ മിഖ്ദാർ അസ്കാലി എന്ന് പറയപ്പെട്ടതുപോലെ എത്രമാത്രം വിജ്ഞാനം ആ മഹാനുഭാവനിൽ, പ്രത്യേകിച്ച് വിജ്ഞാനം എന്ന് അതിനെ ചുരുക്കുന്നത് കുറവായിരിക്കും. മുസ്തഫ ഉദവി സൂചിപ്പിച്ചതുപോലെ ഹിക്കമത്തോടു കൂടിയ വിജ്ഞാനം അത് നൽകപ്പെട്ടു എന്നതാണ് ഉസ്താദിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇത്രമാത്രം പ്രശ്നങ്ങൾക്ക് മഹാനായ ശംസുൽ ഉലമയും അതുപോലെ കണ്ണിയത്തും ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ തീർപ്പ് കൽപ്പിച്ച ഒരു മഹാനുഭാവനായിട്ട് പോലും വലിയ വിനയത്തോടു കൂടെയാണ് മഹാനുഭാവൻ ജീവിച്ചത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം കേരളത്തെ സ്വാധീനിച്ച ഏറ്റവും വലിയ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ മഹാനായ കണ്ണിയത്തിനും ശംസുൽ ഉലമക്കും ശേഷം നമുക്ക് പറയാൻ കഴിയുന്ന വലിയ നാമം ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടേതാണ്. സമസ്തയുടെ മഹാന്മാരായ ധാരാളം പണ്ഡിതന്മാർ, കെ ഉസ്താദ്, അതുപോലെ തന്നെ KV ഉസ്താദ്, അതുപോലെ KT ഉസ്താദ്, അതുപോലെ KC ഉസ്താദ്, മഹാന്മാർ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം തന്നെ വിജ്ഞാനത്തിൻ്റെ കടലുകളായിരുന്നുവെങ്കിലും ശരി, ഇത്രമാത്രം വ്യക്തികളിലും സമൂഹത്തിലും സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞ മഹാനുഭാവൻ സൈനുൽ ഉലമയായിരുന്നുവെന്ന് നാം അഭിമാനപൂർവ്വം ഉസ്താദിനെ ഓർക്കുകയാണ്. അത് ഈ ചെങ്കൂറ്റവും അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ചെറുപ്രായത്തിലുണ്ടായ ആത്മചിട്ടകൾ പകർന്ന കരുത്തുമായിരുന്നു ഇതിന് പിന്നിലുണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്കിലും വളരെ വിനയമായിരുന്നു ഉസ്താദ് കാണിച്ചിരുന്നത്. പ്രത്യേകിച്ച് ദാറുൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു സൗഭാഗ്യം പോലെ ഇൽമിൻ്റെ പ്രസരണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുവാൻ വേണ്ടി സൗഭാഗ്യം നൽകിയ മഹാനായ ബഹാവുദ്ദീൻ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മഹാനുഭാവനോട് ശിഷ്യൻ അല്ല എങ്കിലും ശരി, ഉസ്താദിനേക്കാളും ഉപരിയായിരുന്നു ബഹാവുദ്ദീൻ ഉസ്താദ് കണ്ടിരുന്നത്. തൻ്റെ റൂം അടുത്തായിരുന്നുവെന്ന് പ്രസംഗത്തിൽ ഇവിടെ കേട്ടല്ലോ. എന്നാൽ ഷെയ്ഖുന എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വരികയാണെങ്കിൽ പെട്ടെന്ന് ഉസ്താദ് എണീറ്റ് നിൽക്കും. എന്നാൽ നമ്മളെന്തെങ്കിലും ഒരു നിർണായകമായ വിഷയം, ഇപ്പോൾ ആദിയുടെ പേരിലോ അല്ലെങ്കിൽ അവിടെയുള്ള അസാസിൻ്റെ പേരിലോ സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ ഷെയ്ഖുനായുടെ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ ബഹാവുദ്ദീൻ മൂല്യാരോടൊന്ന് പറഞ്ഞാളി എന്ന് പറയും. ബഹാവുദ്ദീൻ മൂല്യാരുടെ അനുവാദത്തോടു കൂടെയാണ് എന്ത് പുതിയ ചലനങ്ങളും അവിടെ സംഭവിപ്പിക്കാൻ ഉസ്താദ് അനുവദിക്കുകയുള്ളൂ. പരസ്പരം വലിയ ബഹുമാനവും ആദരവുമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാവാറുള്ള മഹാന്മാർ തമ്മിലുള്ള പൊട്ടലും ചീറ്റലുമൊന്നും ഒരിക്കലും ദാറുദയിൽ നമുക്ക് കാണുവാൻ സാധിക്കാത്തത് ഉലമാക്കളും ഉമറാക്കളും തമ്മിലുള്ള ഈ പരസ്പര ബന്ധം, ഉലമാക്കളും തമ്മിലുള്ള ഈ പരസ്പര ബന്ധം. ബഹാവുദ്ദീൻ ഉസ്താദ് അല്ലാതെ ഏകദേശം അവിടുത്തെ ഉസ്താദന്മാരൊക്കെ ഷെയ്ഖുനായുടെ ശിഷ്യന്മാരാണെങ്കിൽ പോലും ഒരു കമ്മിറ്റി യോഗമോ അതുപോലെ ഒരു സ്റ്റാഫ് യോഗമോ ചേരുന്ന സമയത്ത് എല്ലാവരെയും ഇരുത്തി എല്ലാവരോടും അഭിപ്രായങ്ങൾ ചോദിച്ച് ശേഷം ഒരു ഉപദേശമാണ് ഉസ്താദ് കൊടുക്കാറുള്ളത്. എല്ലാവരും ഉസ്താദ് എന്ന അവസ്ഥയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഉസ്താദ് സഹപ്രവർത്തകൻ എന്ന രൂപത്തിൽ തന്നെയായിരുന്നു മഹാനായ സൈനുൽ ഉലമ കണ്ടിരുന്നത്. പ്രത്യേകിച്ച് വലിയ വാത്സല്യവും ഈ വിനയത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഉദവികളായ ഞങ്ങൾ എത്രമാത്രം തിരക്കുള്ള സമയത്താണെങ്കിലും ശരി, നമ്മുടെ ഗൃഹപ്രവേശമോ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ തറക്കല്ലിടലോ അതുപോലെ നിക്കാഹോ ഒക്കെ പറയുകയാണെങ്കിൽ ഉസ്താദ് ആ തിരക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതിന് തയ്യാറാകാറുണ്ടായിരുന്നു. എൻ്റെ തന്നെ വ്യക്തി ജീവിതത്തിൽ ഒരു അനുഭവം പറയട്ടെ. എൻ്റെ നിക്കാഹ് ഏകദേശം 1.5 പതിറ്റാണ്ട് മുന്നേ, കൃത്യം പറഞ്ഞ 15 വർഷങ്ങൾക്ക് മുന്നേ 2001 സൈനുൽ ഉലമ മഹാൻ അവറുകൾ ദാറുദയുടെ പള്ളിയിൽ വെച്ചാണ് നിർവഹിച്ചത്. അന്ന് നമുക്കറിയാം ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയും വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗമുണ്ടാവും. വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗം കഴിഞ്ഞുകൊണ്ട് ഉസ്താദിന് തൻ്റെ വീട്ടിലേക്ക് പോകലാണ് എളുപ്പമെങ്കിലും ശരി, ഏറ്റെടുത്ത മഹാ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ദാറുദയിൽ വരികയുണ്ടായി. മഹാന്മാരായ മറ്റു പല പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഭാര്യ, ഇതിപ്പോൾ വ്യക്തിപരമായ ഏതായാലും ഒരു അനുഭവം പറയുകയാണ്. ഭാര്യ നജാത്തിൽ പഠിച്ചതായതുകൊണ്ട് പുത്തനഴിയെ പോലുള്ള ധാരാളം ആളുകൾ
അമ്മോഷൻ അതുപോലെ കെ കെ അബ്ദുള്ള മുസ്ലിയാരോടൊപ്പം പഠിച്ചതായതുകൊണ്ട് കെ കെ അബ്ദുള്ള മുസ്ലിയാർ സൈനുൽ ഉലമയെ പോലെ തന്നെ ഒരു മഹാപണ്ഡിതൻ കെ കെ അബ്ദുള്ള മുസ്ലിയാർ കരുവാരക്കുണ്ട്. വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ മരുമകനായ ആ മഹാനുഭാവനും അങ്ങനെ ധാരാളം മഹത്തുക്കളുണ്ടായിരുന്നു. ഒരു അനുഗ്രഹമായിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദമ്പതിമാർക്കെല്ലാം തന്നെ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതായാലും ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നിക്കാഹ് ഞാൻ ആദ്യം തന്നെ ഉസ്താദിനെ ഏൽപ്പിച്ചിരുന്നു. പിന്നെ അത്ര തന്നെ മഹാനായ കെ കെ അബ്ദുള്ള മുസ്ലിയാർ ഉള്ളത് കൊണ്ട് പ്രാർത്ഥന അദ്ദേഹമാണ് നിർവഹിക്കുകയുണ്ടായത്. നിക്കാഹിൻ്റെ മുന്നേ മഹറായിട്ട് ഞാൻ കോയിൻസായിരുന്നു കൊണ്ടുവച്ചത്. ഞാൻ ഉസ്താദിൻ്റെ ഒരു പ്രത്യേകമായ ഒരു പാണ്ഡിത്യം ഓർത്തു പോവുകയാണ്. കോയിൻസാണ്, സാധാരണ പതിവില്ലാത്തതാണല്ലോ. എല്ലാവരും ആഭരണങ്ങളാണ് വെക്കുക. ചിലപ്പോൾ ഒരാഭരണം ഉണ്ടാവും, ചിലപ്പോൾ 2 ആഭരണം ഉണ്ടാവും. ഉസ്താദ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ബിഹാദൈനിൽ ഹലിയൈനി എന്ന് പറയും 2 ആഭരണം ഉണ്ടാവുന്ന സമയത്ത്. പക്ഷേ കോയിൻസ് ആകുന്ന സമയത്ത് എന്നോട് എണ്ണം ചോദിച്ചു. അതിപ്പോൾ ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. ഏതായാലും ശരി, വേണമെങ്കിൽ അറബിയിൽ പറയാം. അപ്പോൾ ഞാൻ എണ്ണം പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു ബി അശരി ജുനൈഹാത്തിൻ മിനദ് ദഹബി. പെട്ടെന്ന് തന്നെ ഉസ്താദ് ജുനൈഹാത്ത് എന്ന പദം പ്രയോഗിക്കുകയുണ്ടായി കോയിൻസിന്. അപ്പോൾ ഒരുങ്ങി വന്നൊന്നല്ല, നിക്കാഹിൻ്റെ ആ സമയത്തല്ലേ നമ്മൾ കാണിക്കുകയുള്ളൂ. ഏതായാലും ശരി, സ്വർണത്തിൻ്റെ അത്ര കോയിൻസിന് പകരമായിക്കൊണ്ട് എന്നുള്ള നിക്കാഹിലെ വാചകമാണ് ചൊല്ലിയത്. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും സാഹചര്യത്തിന് ഉയരുവാനും കുട്ടികളുടെ പ്രത്യേകിച്ച് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സക്രിയമായി ഇടപെടുവാനും ഉസ്താദ് ആഗ്രഹിക്കുകയുണ്ടായി. അതിൻ്റെ ഗുണഫലങ്ങൾ ധാരാളം ഉദവികൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ, ഭൗതികമായ ജീവിതത്തിലും ആത്മീയമായ ജീവിതത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വളരെ അനുഗ്രഹത്തോടു കൂടെ നാം ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഒരിക്കലൊരു കുട്ടി 11ാം ബാച്ചിലുള്ള കുട്ടിയാണ്. ആ കുട്ടി ഉസ്താദിനോട് ഒരു സംശയം ചോദിച്ചു. ഉസ്താദെ, ആരോ പറയുന്നത് കേട്ടു, മോതിരമിടുന്ന സമയത്ത് മോതിരത്തിൻ്റെ കല്ലിൻ്റെ ഭാഗം പുറത്താണല്ലോ നമ്മളൊക്കെ സാധാരണ ചെയ്യൽ, കല്ലിൻ്റെ ഭാഗം അകത്തേക്കാക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, നനക്കേൻ ആ ജോലി തരാം, ഇത് നോക്കി കിതാബൊക്കെ പരതിയിട്ട് മോതിരത്തിൻ്റെ കല്ല് ഭാഗം എവിടെയാണ് ഇടേണ്ടതെന്ന്. ദീർഘമായ പരതലുകൾക്ക് ശേഷം ആ കുട്ടി കല്യൂബി എന്ന കിതാബിൽ കണ്ടെത്തുകയുണ്ടായി, കല്ല് ഭാഗം ഉള്ളിലേക്കാണ് ഇടേണ്ടത് എന്ന്. ഉസ്താദിനോട് അത് പോയി പറഞ്ഞപ്പോൾ ഉസ്താദ് പെട്ടെന്ന് തൻ്റെ മോതിരം മറിച്ച് കല്ല് ഭാഗം ഉള്ളിലേക്ക് ഇടുകയുണ്ടായി. അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ ഇപ്പോൾ കിതാബ് കൊണ്ടുവന്നിട്ടില്ല. ആ സമയത്ത് കുട്ടിയോട് ഉസ്താദ് ചോദിച്ചു, നീ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കണം, വിജ്ഞാനത്തിൻ്റെ മഹാവടാവൃക്ഷം ഒരു ശിഷ്യൻ പറയുന്നത് കേട്ട് അത് വിശ്വസിക്കുക. കാരണം ഉസ്താദിനെ ഏൽപ്പിച്ചതാണല്ലോ. പെട്ടെന്ന് ആ സാഹചര്യം കറാഹത്തിൻ്റെ ഒരു തരി നിമിഷം പോലും ജീവിതത്തിൽ ഉണ്ടാവേണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം സ്വീകരിക്കുവാനുള്ള വിനയം കാണിച്ചു. എന്നാൽ ആ കിതാബ് കൊണ്ടുവരും എന്ന് പറയുന്നതിന് മുന്നേ അത് മാറ്റുകയാണ് ഉണ്ടായത്. ഇത്രമാത്രം വിനയം ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് അടുത്തറിയുന്നവർക്ക് മാത്രമേ അനുഭവിക്കാൻ കഴിയില്ല. കാരണം വിജ്ഞാനത്തിൻ്റെ ഘനഗാംഭീര്യം സ്ഫുരിക്കുന്ന മുഖമായിരുന്നു അത്. പുറത്തുനിന്ന് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക, ഇദ്ദേഹത്തോട് അടുക്കാനും ഇദ്ദേഹത്തോട് സംസാരിക്കുവാനുമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് സ്വയം മനസ്സിലാക്കുക. അത് പണ്ഡിതന്മാരുടെ ഒരു പ്രത്യേകമായ രൂപമാണ്. അങ്ങനെ ഉണ്ടാവണമല്ലോ. അപ്പോഴാണ് അവർ പറയുന്ന വൈജ്ഞാനിക മുത്തുമണികൾക്കും അവർ കൽപ്പിക്കുന്ന തീർപ്പുകൾക്കുമൊക്കെ ഒരു ഫൈനലൈസ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടായിരിക്കണം ഷംസുൽ ഉലമയാണല്ലോ മുൻഗാമി. ഷംസുൽ ഉലമ എല്ലാ കാര്യത്തിലും, ഷംസുൽ ഉലമയുടെ കാര്യങ്ങളിലെല്ലാം അങ്ങോട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഷംസുൽ ഉലമയുടെ കാര്യങ്ങളിലെല്ലാം തന്നെ അത് വലിയ ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്നും അദ്ദേഹം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാണെന്നും ഒക്കെ പറയുകയും ആ ഒരു ബഹുമാനം അവർ നിലനിർത്തുകയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിനയം ഉസ്താദുമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും വലിയ വിനയത്തിൻ്റെ ഒരു അടയാളം ഞാൻ കണ്ടത്, ഉസ്താദ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ 2 ആളുകളാണ് ഉണ്ടാവുക. ആ സമയത്ത് ഒന്ന് ഞാനും പിന്നെ ഖത്തറിലുള്ള മാലിക് ഉദവിയുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മളൊക്കെ ഒരു സന്തോഷത്തോടെ, കാരണം ഉസ്താദ് സമസ്തയുടെ സെക്രട്ടറിയായ ഒരു ഇതിൽ വരികയല്ലേ, ആ സമയത്ത് ബാബ്ഡിയാജും വളരെ കൂടുതൽ സന്തോഷം ഒരു നിമിഷമായിരുന്നു അത്. വരുന്ന സമയത്ത് നമ്മളൊക്കെ ചോദിച്ചു, ഉസ്താദ് എങ്ങനെ സെക്രട്ടറി ആയെന്ന് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് വളരെ കൂടുതൽ ഗൗരവത്തോടു കൂടെ, ഒരിക്കലും ആഗ്രഹിക്കാത്ത തന്നെ മേൽ കൽപ്പിക്കപ്പെട്ടു ഞാൻ നിർവഹിക്കേണ്ടി വന്ന ഒരു ഉത്തരവാദിത്വം എന്ന രൂപത്തിലാണ് വലിയ എന്താണ് പറയുക, മുഖത്ത് ഒരിക്കലും ഒരു സന്തോഷം കാണുവാൻ സാധിച്ചില്ല. ഈ മഹത്തായ ഉത്തരവാദിത്വം തന്നെ കൊണ്ട് നിർവഹിക്കാൻ കഴിയില്ല എന്ന ആശങ്ക കൊണ്ടാണോ, അതോ ഒരിക്കലും താൻ അത് അർഹിക്കുന്നല്ല എന്ന് സ്വയം വിനയ മനസ്സുകൊണ്ട് ചിന്തിച്ചതുകൊണ്ടാണോ എനിക്കറിയയില്ല. ഇത്രമാത്രം വിനയമാണ് ആ ദിവസം നമുക്ക് കാണുവാൻ സാധിച്ചത്. ഏതായാലും അവസാന പോയിന്റിലേക്ക് അടുക്കുകയാണ്. ഗുരുത്വം അത് ഉസ്താദിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു വിശേഷണമായിരുന്നു. നാം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണെങ്കിൽ ശരി, വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ ഗുരുത്വത്തിൻ്റെ ഏറ്റവും വലിയ സ്ഫുരണം.
22 വയസ്സ് കഴിഞ്ഞ് വൈജ്ഞാനിക മേഖല, പതിവ് വൈജ്ഞാനിക മേഖല, ഉസ്താദിൻ്റെ വൈജ്ഞാനിക മേഖല അവസാന ദിവസം വരെ തീരുന്നില്ല. കാരണം 12ാമത്തെ 60 വർഷം വൈജ്ഞാനിക രംഗത്ത് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ ഫത്വൽ മൊയ്ന് ഉസ്താദ് ചെറിയ കിതാബുകൾ ഓതി കൊടുക്കാറില്ല. മഹല്ലി അതുപോലത്തുള്ള കിതാബുകൾ എത്ര പ്രാവശ്യം ഓതി കൊടുത്തിട്ടുണ്ടാവും. എങ്കിലും ഇന്ന് ഓതി കൊടുക്കാനുള്ള കിതാബ് ഉസ്താദ് ഒന്ന് നോക്കും. അതുപോലെ റബീഉൽ അവ്വലുകൾക്ക് പതിവ് പ്രഭാഷണം, അതുപോലെ കേരളത്തിലെ അത്യുന്നതമായ കലാലയങ്ങളിലും എല്ലായിടത്തുമുള്ള സന്നദ്ധാന പ്രഭാഷണം, ഇതിനൊക്കെയും ഉസ്താദ് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാണെങ്കിൽ ശരി, എപ്പോഴും ഇതുപോലൊരു കുറിപ്പ് ഉസ്താദിൻ്റെ കയ്യിലുണ്ടാകും. പറയുന്നത് മുഴുവൻ പണ്ഡിതോചിതമായിരിക്കണമെന്നും പറയുന്നിടത്ത് ഒരിടത്ത് പോലും അക്ഷരങ്ങൾക്ക് പോലും പിശകുണ്ടാവരുത് എന്നുള്ള നിർബന്ധം കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു സമയത്ത് ഉസ്താദ് ധാരാളമായിട്ട് കിതാബ് ഓതിക്കൊണ്ടിരിക്കുന്ന, വൈജ്ഞാനിക രംഗത്ത് ധാരാളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആണ് ഈ ഒരു, നമുക്കറിയാം 22 വയസ്സ് കഴിഞ്ഞ് ഉസ്താദ് ജോലി ഏറ്റെടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും തന്നോടൊപ്പമുള്ള ശരീക്കന്മാരൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണെങ്കിലും ഒന്നുകൂടി ഓർക്കുക. ഞങ്ങളും ഒരു വിജ്ഞാനത്തിൻ്റെ പൂർത്തീകരണം എന്ന രൂപത്തിൽ ഞാനും ബാക്കിയാത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ആരോഗ്യം ക്ഷീണിച്ച ഏകപുത്രൻ മാത്രമുള്ള ഉസ്താദിൻ്റെ പിതാവ് ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു, നീ ഇപ്പോൾ ബാക്കിയാത്തിലേക്കൊന്നും പോവണ്ട, കോളേജിൽ പോയവരൊക്കെ നിന്നെ തേടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രമാത്രം ആ വാക്കുകൾ അർത്ഥവത്താകുമെന്ന് നാം മനസ്സിലാക്കിയത് പിന്നീടാണ്. കോളേജിൽ പോയവർ മുഴുവൻ ഉസ്താദിനെ തേടി വരിക മാത്രമല്ല, കോളേജുകൾ തന്നെ സന്നദ്ധാന പ്രഭാഷണത്തിന് വേണ്ടി ചെറുശ്ശേരി ഉസ്താദ് വേണമെന്ന് നിർബന്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉസ്താദ് ഉയർന്നത് ആ മഹത്തായ ഗുരുത്വം കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉസ്താദ് ഒരേ ഒരു വർഷം മാത്രമാണ് ഓടക്കൽ സൈനുദ്ദീൻ മുസ്ലിയാർ അടുത്ത് നിന്ന് ദർസ് ഓതിയിട്ടുള്ളത്. അതുതന്നെ കിതാബ് ഓതുക എന്ന ലക്ഷ്യത്തോടെ കൂടെ പോയതല്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു വലിയ വൈജ്ഞാനിക ശാഖയാണ് തൽസമാത്ത്, ഇസ്മിൻ്റെ ചികിത്സ നടത്തിക്കൊണ്ട് രോഗങ്ങൾ ഭേദമാക്കുന്ന ആ ഒരു രൂപം. ഇനി എന്താണ് എന്നറിയാൻ ഇജാറത്തുള്ളൊരു മഹാപണ്ഡിതനായിരുന്നു ഓടക്കൽ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ. ഉസ്താദുൽ അസാദീദ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാനുഭാവൻ ഒതുക്കങ്ങളിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ മഹാനുഭാവൻ്റെ അടുത്ത് ദർസിൻ്റെ ഇടയിൽ ഒരു വർഷം ലീവ് എടുത്താണ് പോകുന്നത്. ദർസിൻ്റെ ഇടയിൽ ഒരു വർഷം ലീവ് എടുത്തുകൊണ്ട് ഇതൊന്ന് തൽസമാത്തൊന്ന് പഠിക്കണം. എന്നാൽ അതിന് സാമ്പത്തികമായ ചൂഷണങ്ങൾക്ക് വേണ്ടിയല്ല. ഉസ്താദ് ഓടക്കൽ എഞ്ചിൻകുട്ടി മുസ്ലിയാർ പ്രധാനമായും പരിപൂർണമായും തൽസമാത് പഠിപ്പിച്ചു കൊടുത്ത് 3 ആളുകൾക്കാണ്. ഒന്ന് സൈനുൽ ഉലമക്കും, ഒന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പുത്രൻ സലാം ഉസ്താദ് എന്ന് പറയും, മറ്റൊന്ന് നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാർ. ഈ നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാറും മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അതുപോലെ തന്നെ ഓടക്കൽ സലാം മുസ്ലിയാർ, ഇവർ 2 പേരും തൽസമാതുകൾ ചെയ്യുകയും അതൊരു ഉപജീവന മാർഗമാക്കി സലാം മുസ്ലിയാരുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം മരണപ്പെട്ടില്ല. ഒതുക്കലിൻ്റെ അപ്പുറത്ത് മണ്ണൂർ എന്ന സ്ഥലത്ത് ആണ് അദ്ദേഹം ജീവിക്കുന്നത്. ധാരാളം ആളുകൾ അദ്ദേഹത്തെ ഏതായാലും ഉസ്താദ് ഈ അറിവ് നേടുക മാത്രമാണ് ലക്ഷ്യമാക്കിയത്. ഒരിക്കൽ പോലും ഇതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നിൽക്കുകയുണ്ടായില്ല. പക്ഷേ തൻ്റെ കുടുംബത്തിലോ അതേമാതിരി ശിഷ്യന്മാർക്കോ എന്തെങ്കിലുമൊക്കെ വലിയ അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉസ്താദ്, കാരണം ഇജാസുള്ള ദിക്റുകൾ തന്നെ ധാരാളമുണ്ട്, ദിക്റുകൾ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ വളരെ ക്രിയാത്മകമായി ഇടപെടേണ്ട സമയങ്ങളിൽ മാത്രം ഈ വിജ്ഞാന ശാഖ ഉപയോഗപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. എങ്കിൽ പോലും ഒരു വർഷക്കാലം നമുക്കറിയാം അനുസ്മരണത്തിലൊക്കെ നമ്മൾ കാണുകയുണ്ടായി. മറ്റു ശിഷ്യന്മാർ ചെറുശ്ശേരി ഉസ്താദ് വന്ന സമയത്ത് പിന്നെ ചെറുശ്ശേരി ഉസ്താദിനെ കൊണ്ട് മാത്രമായിരുന്നു കിതാബ് വായിപ്പിച്ചിരുന്നത്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും ഉസ്താദുമായി, ചിലർക്കൊക്കെ എന്താണ് എന്നും ചെറുശ്ശേരി ഉസ്താദിനെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്നത്. ആ സമയത്ത് ഓടക്കൽ ഉസ്താദ് പറയുകയുണ്ടായി, ചെറുശ്ശേരി വായിക്കുന്ന സമയത്ത് എനിക്ക് പോലും മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ എനിക്ക് ഗ്രഹിക്കപ്പെടുന്നുണ്ട് എന്ന്. നമുക്കറിയാം അറബിയിൽ ഒരു ഫത്തഹ് കസ്റാകുന്ന സമയത്തും ഒരു ലമ്മ് കസ്റാവുന്ന സമയത്തും ഒരുപാട് അർത്ഥവ്യതിയാനങ്ങൾ വരുമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളും ഈ ഒരു വായനയോടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് ഈ അനുഗ്രഹീത ശിഷ്യനെ സംബന്ധിച്ച് പറയുകയും, മരണം വരെ ആ ഗുരു ശിഷ്യന്മാർ തമ്മിൽ നമുക്ക് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ഓടക്കൽ ഉസ്താദ് AP ഗ്രൂപ്പിൻ്റെ ആളല്ലേ, എങ്ങനെ ശിഷ്യനായ അദ്ദേഹം ഓടക്കൽ ഉസ്താദ് അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ആളല്ലേ. എന്നാൽ ഉസ്താദ് സെക്രട്ടറിയായ ആദ്യം ചെയ്ത ആദ്യത്തെ പ്രവർത്തനം തൻ്റെ ഗുരുവര്യന്മാർ ജീവിച്ചിരിപ്പുള്ള ഓടക്കൽ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ അടുത്ത് പോവുകയും അനുഗ്രഹാശസ്സുകൾ നേടിയെടുക്കുകയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഉസ്താദിൻ്റെ ജീവിതം പകർന്നു തന്ന ഈ ഗുരുത്വവും അതുപോലെ വിനയവും ഈ അദ്കാറുകളും അതുപോലെ ജീവിത ചിട്ടകളും അല്പമെങ്കിലും ജീവിതത്തിൽ പകർത്തുവാൻ ശിഷ്യന്മാരായ ഞങ്ങൾക്കും ശ്രോതാക്കളായ നിങ്ങൾക്കും
തൗഫീക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.